ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഇതിന് വേണ്ടത് ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുമ്പോൾ ലേബലൊന്നും ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ടിഷ്യൂസ് വെച്ച് കവർ ചെയ്തിട്ടാണ് ഇതുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതും ആർട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ടിഷ്യൂസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കുറച്ച് ഫെവിക്കോളാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഇനി നമുക്കതൊരു ബ്രഷ് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബോട്ടിലേക്ക് നമ്മൾ ഈ ഗം അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഈ ബോട്ടിലേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്യണം. എല്ലായിടത്തും ഗം എത്താനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അതിൻ്റെ മേലെ ടിഷ്യൂസ് വെക്കാം. ഫുൾ കവർ ചെയ്ത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ബോട്ടിൽ നമ്മൾ ഫുള്ളായി ടിഷ്യൂ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ ഉണങ്ങാനായിട്ട് വെക്കാം. ഓക്കെ, ഇത് ഞാൻ മുന്നേ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ബാക്കി വർക്ക്സൊക്കെ നമുക്ക് ഇതുമേ ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ക്ലേ ആണ്. അപ്പോൾ നമുക്ക് കടകളിലൊക്കെ പല കളറിലും ക്ലേ കിട്ടുന്നതാണ്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു എയർ ഡ്രൈ ക്ലേ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലേ എടുത്തിട്ട് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ആക്കാം. പൂക്കളുടെ ഷേപ്പോ ഇലകളോ വള്ളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ബോട്ടിൽ എത്രത്തോളം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൂക്കളും ബോൾസും വള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ഷേപ്സൊക്കെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ബോട്ടിലിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്.
ഇപ്പോൾ ബോട്ടിൽമേൽ നമ്മൾ ക്ലേ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് പെയിൻറ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഉണക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ക്ലേ കൊണ്ട് വർക്ക് ചെയ്തത് മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട് നല്ലോണം. ഇപ്പോൾ ഞാൻ ഇതിൽ പെയിൻറ് ചെയ്യാനാണ് പോകുന്നത്. ഇതിന് നമ്മൾ ആദ്യം ഒരു ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കോട്ടിങ് ഫുള്ളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ്. അതിനുശേഷം മാത്രമാണ് മെറ്റാലിക് പെയിൻറ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്ലാക്ക് കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇതിപ്പോൾ ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുമ്പോൾ മെറ്റാലിക് പെയിൻറ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഡിഗോൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പെയിൻറ് ചെയ്യാൻ നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈ വാഷ് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ വളരെയധികം ഫില്ല് ചെയ്ത് അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡൻ കളർ ഇത് ഫുള്ള് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഫില്ലായിട്ടല്ല അടിച്ചേക്കുന്നത്, ഇടയിൽ ബ്ലാക്ക് കാണുന്ന രീതിയിലാണ്. അതൊരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാൻ തന്നെ നിങ്ങൾക്ക് ഈ മെറ്റാലിക്കിൻ്റെ സിൽവർ, ബ്രോൺസ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. സോ അത് വെച്ച് അടിക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ കംപ്ലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ആൻറ്റിക് ലുക്ക് വരും. ഇനി അതല്ല നിങ്ങൾക്ക് കളർഫുൾ ആക്കാനാണ് ആഗ്രഹമെങ്കിൽ പല കളേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ പൂവിനും ഇലയ്ക്കൊക്കെ വേറെ വേറെ കളേഴ്സൊക്കെ കൊടുത്ത് ഇത് കളർഫുൾ ആക്കാം. ഇനിയിപ്പോൾ ഷൈനിങ് എഫക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മെറ്റാലിക് കളേഴ്സിലും ബ്ലൂ ഗ്രീനൊക്കെ കിട്ടും. അപ്പം അങ്ങനെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഭാവന അനുസരിച്ച് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഭംഗിയാക്കാം.